തൊട്ട് കഴിഞ്ഞാലേ പൊട്ടിപ്പൊട്ടും. ഇവിടെ ചോദിക്കാം, ഈ മോന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. എന്നെ തൊട്ടാൽ തിരിച്ചടിക്കും. നീ വേറൊരു ചോദ്യം ചോദിക്കും, ജനിച്ചിട്ടും ജനിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മറുപടി ജനിച്ചിട്ടും ജനിക്കുന്നില്ല. ഇവിടെ ഉള്ളവരെല്ലാം മറുപടി ഐഡിയ മേടിച്ചിട്ടിരിക്കുന്ന കുട്ടികൾ അവിടെ എല്ലാം ജനിച്ചിട്ടും ജനിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ സിമ്പിൾ ചോദ്യമാണ്, ജനിച്ചിട്ടും ജനിക്കുന്നില്ല. എന്നെ തൊട്ടാൽ തിരിച്ചടിക്കും. വീട്ടിലോട്ട് ചെല്ലുമ്പോഴേ ഇതൊക്കെ അവിടെ ഉള്ള സാധനമാണ്. അതില്ലാതെ ഒന്ന് ഇത്രയും ഒരു ക്ലൂ കൊടുക്കാം. ആ കുട്ടിക്ക് വേണ്ടി വിശ്രമിക്കാൻ പോലും പറ്റത്തില്ല. എന്നെ തൊട്ടാൽ തിരിച്ചടിക്കും. ആ സംഭവം ഇച്ചിരി വിശ്രമിക്കാൻ പോലും പറ്റത്തില്ല. അത് വേണം. അതില്ലെങ്കിൽ ഒരു പണിയും നടക്കത്തില്ല. ആരും പറഞ്ഞു കൊടുക്കണ്ട. ആ കൊച്ചിന് വേണ്ടി മേടിച്ചു കൊടുക്കും. ആ കൊച്ചിന് അമ്മോന് വേണ്ടി പറഞ്ഞു കൊടുക്കും. മോനെ അറിയത്തില്ല. പക്ഷേ അതില്ലെങ്കിൽ ഒരു കാര്യം, നിങ്ങളാരും ഒന്ന് അതില്ലെങ്കിൽ അപ്പോഴേ അതില്ലാതെ ഒരിക്കലും നമ്മൾ നമുക്കൊരു സമാധാനം കിട്ടത്തില്ല. അമ്മമാർക്കും നമുക്കൊന്നും പറഞ്ഞു കൊടുക്കണം. എന്നെ തൊട്ടാൽ തിരിച്ചടിക്കും. എവിടെയാണ് പഠിക്കുന്നത്? പറയാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ഇവിടെ വലിയ കുട്ടികൾ അവരൊക്കെ ഒരുപാട് ഒരു മണിക്കൂർ എടുത്ത് എന്നെ തൊട്ടാൽ തിരിച്ചടിക്കും. ഈ കുട്ടിക്ക് പറയാൻ കഴിയും. എന്നെ തൊട്ടാൽ തിരിച്ചടിക്കുന്നേ. നമ്മളിവിടെ ഞാൻ 4 മണിക്ക് വന്ന ഒരുപാട് പേര് മറുപടി പറഞ്ഞു. ഞാൻ കാണേണ്ട കുഴപ്പമൊന്നുമില്ല. ഇതിനൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ മീഡിയയ്ക്ക് ഒരു ചാനൽ ചലഞ്ചുള്ളൂ. കാരണം നമ്മൾ പെട്ടെന്ന് പറയുന്നതിനകത്ത് കാര്യം എന്നെ തൊട്ടാൽ തിരിച്ചടിക്കും. നീ ഒരു സിമ്പിൾ ചോദ്യങ്ങൾ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങും, എന്നിട്ട് നശിപ്പിച്ച് കളയും. ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങുമെന്ന് നശിപ്പിച്ച് കളയുമെന്ന് കെ മീഡിയയുടെ പ്രിയപ്പെട്ട നമ്മളെ ചോദ്യമാണ്. പ്രിയപ്പെട്ട ബി പാർക്കിൽ വരുന്ന സന്ദർശകർക്ക് കുട്ടികൾക്കൊക്കെ പറയാൻ കഴിയുന്നുണ്ട്, പറയാൻ പറ്റാത്തവരുമുണ്ട്. അത് ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വാങ്ങാൻ പോകുമ്പോഴേ നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പോകുന്നത്. ഇത് വാങ്ങാൻ പോകുമ്പോഴേ നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പോകുന്നത്. മോനെ ഒന്ന് ജവിയിലൊന്നും പറഞ്ഞില്ല ചക്കരെ. അവനെ ഒന്നും ഏത് എവിടെ എന്തിനു പഠിക്കുക? ഞാൻ എന്താ എടുക്കുന്നത്? ജോലിയാണ്. അത് നല്ലതായിരിക്കും. ജീവിതത്തിലൊരു നല്ലൊരു വിജയം. ഒരു കാര്യങ്ങൾ പറഞ്ഞ് ജയിക്കുമ്പോൾ അടുത്ത കാര്യങ്ങൾക്ക് ഒരേ സ്റ്റെപ്പും നമുക്ക് ഒരേ വിജയം ഉണ്ടാകും. എന്നെ തൊട്ടാൽ തിരിച്ചടിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 2 കുട്ടികൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. മോനെ കൊണ്ട് ഒരു അവസരം തരാം. ഓടി കിടക്കുന്നുണ്ട്. മോന് പറഞ്ഞൊന്നും കൊടുക്കണ്ട ഇവർക്ക്. മോനെ എവിടെ നിന്ന് വരിക? കൊല്ലം. ഇല്ല, കുഞ്ഞിന് വേണ്ടി വാവയ്ക്ക് വേണ്ടി ഒരു ഐഡിയ കാർഡ് മേടിച്ചു കൊടുക്കാൻ മോന് കഴിയുമോ? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ജനിച്ചിട്ടും ജനിക്കുന്നില്ല. പറയാൻ പറ്റുമോ? ജനിച്ചിട്ടും ജനിക്കുന്നില്ല. നമുക്ക് പറയാൻ കഴിഞ്ഞില്ല. അത് വിഷമമൊന്നും അല്ല പറയുന്നത്. നമുക്ക് ഒരേ ചോദ്യങ്ങളാണെന്നല്ല. എന്നാലും നിസ്സാരമായൊരു ചോദ്യം കൂടെ ചോദിക്കാം. സിമ്പിൾ. നമുക്ക് എന്തായാലും ഈ കാർഡ് എനിക്ക് തരണം. എത്ര നേരം എടുത്ത് അതും കൂടെ തരാം. തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ പൊട്ടും. അങ്ങോട്ട് നോക്കിക്കളയരുതും. ചിരി എന്നെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നിന്നാ പീസ് ചെയ്ത് പെട്ടെന്ന് പറയാൻ വന്ന കാര്യം ഇങ്ങോട്ട് നിന്നാൽ മതി. തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ പൊട്ടും. 3ാമത്തെ ചോദ്യമാണ്. മോള് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇല്ല, തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ പൊട്ടും. മോള് കുട്ടിക്കാലത്തൊക്കെ ചെയ്തിട്ടുള്ളതാ. ഏതൊക്കെ അടുത്തൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഈ എൻ്റെ പൊന്നെ, അടുത്തൊക്കെ വന്ന് ഇപ്പോഴും അടുത്ത് വന്ന് ഈ ക്ലൂ തന്ന് ബലൂൺ വന്ന് അടുത്ത നിസ്സാരമായ കാര്യം ബലൂണിൻ്റെ അടുത്ത് വരെ വന്ന്. ആ ബലൂന് മുകളിലൊരു ഒറ്റ പോയിൻ്റ്. ഒന്ന് ചിന്തിക്കാം. വേറെ ആരും ഇങ്ങോട്ട് നോക്കരുത്. ക്വസ്റ്റ്യൻ തൊട്ട് കഴിഞ്ഞാൽ എപ്പോഴേ പൊട്ടും. ബലൂൺ വന്ന് ബലൂനെ ഞാൻ ഒരു ക്ലൂ വീണ്ടും നോക്കി പറയാം. ബലൂനെ പോലെയുള്ള ഏതെങ്കിലും അതിനെ പോലെയുള്ളൊരു സംഭവം തന്നെയാണ്. ഒരു തൊട്ട് കഴിഞ്ഞാൽ ബലൂണിലേക്ക് അടുപ്പിച്ചൊക്കെ വരുന്ന പോലെ തന്നെയാണ്.